ഞങ്ങളോട് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു ചേച്ചിയുടെ മുടി എങ്ങനെയായി നല്ല ലെങ്തിലില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സ് കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോ, ഞങ്ങളൊരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എണ്ണ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതാ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ആള് ഉണ്ട്, അപ്പോൾ ആളെ കാണിച്ചാൽ ആടെ മുടിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയം. എന്റെ അമ്മ പിടി അമ്മയാണ് അതിന്റെ എണ്ണയുടെ പ്രധാനപ്പെട്ട ആൾ. നമുക്ക് എണ്ണയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ അത് തപ്പി ഞാൻ ക്യാമറമാനെയും കൊണ്ട് നേരെ വയലിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൂടെ കാണാം. നമ്മുടെ സാധാരണ ഉള്ള നാട്ടുപുറത്തിലൊക്കെ കാണുന്നേ. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാനത് പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണെന്ന്. അപ്പം ഇത് എല്ലാം തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഏതാണോ അത് ഞാൻ പറയാം. അപ്പം നമുക്ക് വേണ്ട നോക്കാം. എന്നാൽ ഇതാണ് കീഴാർ നെല്ലി. കീഴാർ നെല്ലിയായി. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യോന്നില്ല, നമ്മൾ ഭൃംഗരാജ് എന്ന് പറയുന്ന സാധനം. അപ്പം അതാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ സാധാരണ ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ വന്ന് പറിക്കുന്നത്, നമുക്കിവിടെ നോക്കാം. നമുക്ക് കയ്യോന്നിയുണ്ട്. രണ്ടുണ്ട് ഈ വെള്ളപ്പൂ നിൽക്കുന്നതിൻ്റെ ഇതാ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, നാട്ടുപുറത്തൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇതാണ് കയ്യോന്നി. ഇതാണ് ഏറ്റവും നമ്മുടെ എണ്ണ കാച്ചുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതും വേരോട് കൂടി പറിക്കാൻ പറ്റിയ അത്രയും നല്ലത്. നമുക്ക് കാണാൻ വയ്യ വേര്. ഇതാണ് കയ്യോന്നി. ഇതാണ് നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടുന്ന പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. വേരോടെ. ഇതിന് വേരിനും പൂവിനും ഒക്കെ ഭയങ്കര ഔഷധമെന്ന് പറയുന്നത് മൊത്തം. ഇതാണ്ടോ, ഇതുപോലെ കുറ്റി നിർത്തിയിരുന്നാൽ മതി. കണ്ടോ, ഇങ്ങനെ നിർത്തിയിരുന്നാൽ മതി. ഇത് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേന് നല്ലപോലെ പൊട്ടിക്കളിച്ച് വരും. നമുക്ക് ഇത്രയും കയ്യോന്നുണ്ട്. നമ്മൾ വയലിൽ നിന്ന് പറിച്ചതാ. അത് വേരോടെ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളിത് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കീഴാർന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് കറ്റാർവാഴയാണ്. അപ്പോൾ കറ്റാർവാഴയുടെ ഇല ഇനി എടുക്കുന്നത്. ഇത് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നട്ടു വെച്ചേക്കുന്ന കേട്ടോ. അത് നമുക്കൊരു 3-4 ഇല എടുക്കാം. നമുക്ക് വേണ്ടുന്ന സാധനമാണ് ബ്രഹ്മി. ഇതാണ് ബ്രഹ്മി. ഒരു പിടി മതി, ഒരു ശകലം മതി. ഇതൊക്കെ ഭയങ്കര തണുപ്പാട്ടോ തലയ്ക്ക്. അതും ഇതുപോലെ തന്നെ വീട്ടിൽ നട്ടു വളർത്തിയേക്കുന്ന ഇതുപോലെ കിളിച്ചു വരും. നമ്മുടെ ഈ 10 മണി അങ്ങനത്തെ സാധനങ്ങളില്ല, അതുപോലെ തന്നെ ഒരു ഇതാണ്. അങ്ങാടിക്കടയിലൊക്കെ കിട്ടും ഇത് ഉണങ്ങിയത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, കാരണം അടുത്ത തവണത്തേന് പിന്നെയും കിളിച്ചു വരും. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാട്ടുകാച്ചിലെന്ന് പറയും. നമുക്കിതും എണ്ണയ്ക്കകത്തിടാൻ അരച്ച്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടുന്നത്. അതായത് ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ സ്ഥിരം ഇത്ര ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്രയാണ്. കാരണം ഇത്ര ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കയ്യോന്നിയുണ്ട്, കീഴാർ നെല്ലിയുണ്ട്, അതുപോലെ തന്നെ കൊടങ്ങലുണ്ട്, പിന്നെ ബ്രഹ്മി, പിന്നെ കരിവേപ്പില, പിന്നെ കാട്ടുകാച്ചിലെന്ന് പറയും. ഇത് കാട്ടുകാച്ചിൽ, പിന്നെ കറ്റാർവാഴ. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ. ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ അരയാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് അരകല്ലിൽ വേണം ഇത് ചതച്ചെടുക്കാൻ.
ബാക്കിയെല്ലാം മിക്സിക്കകത്ത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞ് അരച്ചെടുക്കും. ഇതാണ് കയ്യോന്നിയുടെ വേര്. നമുക്ക് ഈ കയ്യോന്നിയുടെ വേര് എടുക്കുന്നത് നല്ലതാ. അതുകൊണ്ട് നമുക്ക് ഇതെന്താണെന്ന് അറിയാമോ, ആദ്യം ഇത് കണ്ടിച്ച് മാറ്റി വെക്കാം. കാരണം ബാക്കിയുള്ളതൊക്കെ മിക്സിയിൽ നല്ലതുപോലെ അരയും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചതച്ച് കഴിയുമ്പം വേര് ഇതുപോലായിട്ട് മാറും. കണ്ടോ, ഇത് കയ്യോന്നിയുടെ വേരാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കറക്കുന്നത്. അതിന്റെ ചാറിന്റെ നിറം ഇതുപോലെ കറുത്ത നിറവുമാണ്. നമുക്കിത് ജാറിലേക്ക് വാരിയിട്ട് അരയ്ക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ ഒഴിക്കുമ്പോൾ വരുന്ന പ്രശ്നം വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഇല അരയണമെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മളെ ഈ കറ്റാർ വാഴ സഹായിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ ഇടണം. ആദ്യം കുറച്ച് ഇല വാരി ഇടണം ഈ ഒരു അളവിന്. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറ്റാർ വാഴ നമ്മൾ പൊളിച്ചിട്ടേക്കുന്നില്ലേ, ഇതിട്ടാൽ മതി. ഇത് അരയാനുള്ള വെള്ളം ഈ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒത്തിരി വെള്ളമായി പോയാൽ എണ്ണ തിളച്ച് വരാൻ, അതായത് എണ്ണ അതിന്റെ പാകമായിട്ട് വരാൻ കുറെ സമയം എടുക്കും. ഒരു പരുവത്തിന് കണ്ടോ ഇങ്ങനെ അരച്ചെടുക്കണം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ഇതൊരു തുണിക്കകത്ത് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് മാറ്റി വെക്കണം. കാരണം ഇത് നമുക്ക് ഒരു വെള്ളം കൂടെ പിഴിഞ്ഞെടുക്കാവുള്ളൂ. അപ്പോൾ തന്നെ ഇത് നമ്മുടെ ആ പച്ചിലയുടെ ചാറ് മാത്രമാണ്. ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് ഇതിപ്പോൾ എത്ര, ഒരു 3 ലിറ്റർ കാണും ഇല്ലേ? 3 ലിറ്റർ ഉണ്ടാവും. നമുക്കിതിനകത്തേക്ക് ഇനി ഒരു 2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയതാണ്. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ആ വെളിച്ചെണ്ണ ചേർക്കാം. നല്ല വെളിച്ചെണ്ണ ചേർക്കാം, എള്ളെണ്ണ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഉണ്ടോ? അപ്പോൾ 2 ലിറ്റർ എണ്ണ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ തന്നെ അടുപ്പി വെക്കുന്നതിന് മുന്നേ തന്നെ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കണം. ഈ വെള്ളവും ഈ എണ്ണയും കൂടെ. എണ്ണയും വെള്ളവും കൂടെ ഒഴിക്കുമ്പം ഈ ഒരു രീതിയിലായിരിക്കും കിടക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമ്മളൊരു തവി വെച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അതായത് വെള്ളം എണ്ണയും കൂടെ സെപ്പറേറ്റ് കിടക്കാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന പാത്രം വെച്ച് വലുതായിരിക്കണം. കാരണം ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് പൊങ്ങും. നമ്മുടെ പാല് തിളച്ച് പൊങ്ങുന്നത് പോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങും. അങ്ങനെ ഇത് തൂവി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ തീ ഇടരുത്, ചെറിയ തീയിൽ വേണം എണ്ണ ഇടാൻ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കുറച്ചുണ്ടാക്കുന്നവർക്ക് അത്ര പാടില്ല, തോനെയായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് പാട്. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും ചെറിയ തീ കിടന്ന് ഇങ്ങനെ ആയി വരാം. ഇളക്കി കൊടുത്തില്ലുള്ള പ്രശ്നം, നമ്മുടെ പാല് പൊങ്ങി വരുന്നത് പോലെ തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ചൂടടിക്കാതിരിക്കാനായിട്ടോ ഇങ്ങനെ തവി വെച്ച് കെട്ടി നീട്ടി പിടിക്കുന്നു. അപ്പോൾ വേണ്ടോ എണ്ണ നല്ലതുപോലെ ഇങ്ങനെ കൊഴുക്കാൻ തുടങ്ങി. കൊഴുത്തു നല്ല തിക്കായിട്ടുണ്ടോ. ഈ ഇതിന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് മാറാൻ തുടങ്ങി. അതായത് എണ്ണ തെളിയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എണ്ണ വാങ്ങാറായി. പിന്നെ എണ്ണ പാകമായോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പാത്രത്തില് ഇതുപോലെ നല്ല തെളിഞ്ഞ പച്ചവെള്ളം എടുക്കുക. ഇനി അതിലേക്ക് ഇതിന്ന് 1 സ്പൂൺ മുക്കി വേണ്ടേ ഒരു തുള്ളി ഒഴിച്ചു. കണ്ടോ കണ്ടോ ആ എണ്ണ ഇങ്ങനെ അതിൽ സ്പ്രെഡ് ആവാതെ വീണ തുള്ളികൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം നമ്മുടെ എണ്ണ മൂത്തു. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങാം. മാത്രമല്ല എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല മണമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്നൊക്കെ വാങ്ങി. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല മണമാണ്. അപ്പം ഇത് എന്നും തലയിൽ തേക്കുക കുളിക്കുന്നതിന് കുറച്ച് മുന്നേ. പിന്നെ തണുപ്പൊക്കെ ഉള്ള അലർജി ആയിട്ടുള്ളവരാണെങ്കിൽ അധികം തേക്കണ്ട,
മുടിക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ ആറിക്കഴിയുമ്പോൾ, അതായത് ആറുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പം എന്താ ഒരു 3-4 മണിക്കൂർ അല്ലെ അടുത്ത ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ എത്ര നാളത്തേക്ക് വേണമെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു കേടും കൂടാതെ ഇരിക്കും.